നാസർ, ഒരു കാര്യം കൂടി, ഈ ഒമാൻ കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുന്നതിൽ അതിൽ ഇറാന് വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനു മുമ്പ് ചർച്ചകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക്, സംഘർഷത്തിന് മുമ്പ് ചർച്ചകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഒമാൻ കേന്ദ്രീകരിച്ച് ചർച്ച വേണം, അതാണ് തങ്ങൾക്ക് ആവശ്യം. കാരണം ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നപ്പോഴും ഒമാൻ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ അത് ഫലപ്രദമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു രാജ്യത്തെ ഇറാൻ അത്രമേൽ വിശ്വസിക്കാനുള്ള ഒരു കാരണം. പക്ഷേ മറിച്ച് ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം, അത് ഇറാൻ കീഴടങ്ങണം, അല്ലാതെ ഒരു ആക്രമണം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകില്ല എന്നൊരു നിലപാട് ട്രംപ് പരസ്യമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതും ഇപ്പോൾ ഇറാന്റെ ഈ നീക്കവും തമ്മിൽ കൂട്ടിവായിക്കപ്പെടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതും ഇപ്പോൾ ഇറാൻ സ്വീകരിച്ച മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അനീഷ, നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് തങ്ങളുടെ മണ്ണ്, അതോടൊപ്പം തന്നെ തങ്ങളുടെ കര, അതോടൊപ്പം തന്നെ തങ്ങളുടെ വ്യോമാതിർത്തി, ജലാതിർത്തി, ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു നിലക്കും ഇറാനെതിരെയുള്ള ഒരു ആക്രമണം നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല, തങ്ങളത് ചെയ്യുകയുമില്ല എന്ന് കൃത്യമായി തന്നെ ഈ രാജ്യങ്ങൾ ഒരു നിലപാടെടുത്തിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും ആ ഒരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാടിനോടുള്ള ഒരു സൗഹാർദ്ദപൂർണമായിട്ടുള്ള പ്രതികരണമായിരുന്നില്ല ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നിരന്തരമായിട്ട് UAE ഉൾപ്പെടെ, ഖത്തർ ഉൾപ്പെടെ, ബഹ്റൈൻ ഉൾപ്പെടെ, സൗദി ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കു നേരം നിരന്തരം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ രാവും പകലും വ്യത്യാസമില്ലാതെ ഈ നഗരങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടത്. ഇത് സ്വാഭാവികമായിട്ട് ഇതൊക്കെയും പ്രതിരോധിക്കാൻ ഈ പ്രതിരോധ മന്ത്രാലയങ്ങൾക്ക് സാധിച്ചു. പക്ഷെ അതേ സമയം തന്നെ വലിയൊരു ആശങ്ക രൂപപ്പെട്ടത്, ഇറാൻ ഈ സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും അഭിപ്രായം വരുന്നു. പക്ഷെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ അത് സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ വളരെ വലുതായിരിക്കും. അത് മേഖലയിൽ മാത്രമല്ല ലോകതലത്തിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നൊരു വിലയിരുത്തലും ആശങ്കയും രൂപപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ചില തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങൾ നടന്നത്. ഇറാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ബോധ്യപ്പെടുത്തൽ കൂടി ഇറാൻ നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ മസൂദ് പെസഷ്കിയാൻ ഇടക്കാല നേതൃ കൗൺസിലുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയാണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പൂർണ്ണമായിട്ടും പിന്തിരിയുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ഉപാധി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വല്ല നിലക്കും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു ആക്രമണത്തിന്റെ ഉറവിടം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിനെതിരെ, ആ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യം അവർ ഉറപ്പുവരുത്തും എന്ന കാര്യത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും അവർ തീർപ്പിലെത്തും. ഇത്തരം ഒരു നീക്കവും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇറാനെതിരെ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ അവർ കുറെ കൂടി ജാഗ്രത പുലർത്തുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഏതായാലും ഈ മേഖലക്കിടയിൽ വലിയൊരു സാന്ത്വനം ലഭ്യമായിരിക്കുകയാണ്. പക്ഷേ നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിന്തിരിയുകയില്ല എന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള അടിയറവ് ഇറാൻ പറയണം എന്നാണ് ഇപ്പോൾ ട്രംപ് അവസാനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. അനീഷ.